മതസൗഹാർദ്ദ സന്ദേശവുമായി ഒരുമയുടെ ഇഫ്താർ ഒരുക്കി ഗ്രീൻ സ്റ്റാർ ആറങ്ങാടി. നിരവധി ആളുകൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം MK റഷീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പല വ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ. മനസ്സിന് സംതൃപ്തിയേകുന്ന യഥാർത്ഥ ഷോപ്പിംഗ് അനുഭവത്തിനായി ഉടൻ സന്ദർശിക്കുക ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, വിദ്യാനഗർ റോഡ്, ഉളിയത്തടുക്ക. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന ഗ്രീൻ സ്റ്റാർ ആറങ്ങാടി മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകി ജനകീയ ഒരുമയുടെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആറങ്ങാടി ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നീലങ്കാര കുതിരക്കാളിയമ്മ ഭഗവതി ക്ഷേത്രം, കൗവൽ മഠം, വേട്ടക്കൊരുമകൻ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ലോക ജനതയ്ക്ക് പകർന്നു നൽകുന്ന ഒരുമയുടെ ഇഫ്താർ സംഗമമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നിരവധി ആളുകൾ പങ്കെടുത്തു നടന്ന ഇഫ്താർ സംഗമം MK റഷീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. M ഇബ്രാഹിം കുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ MP ജാഫർ, പൊതുപ്രവർത്തകരായ ബഷീർ വെള്ളിക്കോത്ത്, PV സുരേഷ്, ബഷീർ ആറങ്ങാടി, T റംസാൻ, CH ഹമീദ് ഹാജി, MK ലത്തീഫ്, T അസീസ്, PM മുനീർ, M മുസാഫർ അലി, CH മുത്തലീബ്, PV അറഫാത്ത്, കൗൺസിലർ സൗമ്യ സുനിൽ, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ P ദിനേശൻ, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ ഹക്കീം കാസ്മി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. M സൈനുദ്ദീൻ സ്വാഗതവും K അബൂസലി നന്ദിയും പറഞ്ഞു. 25ാമത്തെ നോമ്പ് നിറയിൽ പറമ്പത്ത് ജുമാ മസ്ജിദിലെ ഭാരവാഹികൾ സമൂഹത്തിലെ പരിസര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ എല്ലാ ഭാരവാഹികളെയും ക്ഷണിക്കുകയും നോമ്പ് നിറയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതും തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ബന്ധങ്ങളും ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു. ആറങ്ങാടി ഗ്രീൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടത്തിയപ്പെടുന്ന മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്നിൽ ക്ഷേത്ര ഭാരവാഹികളും അമ്പല കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആറങ്ങാടി ഗ്രീൻ സ്റ്റാർ വഴി മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ മുഴുവൻ ആളുകളും സംബന്ധിച്ചിട്ടുണ്ട്. അമ്പല കമ്മിറ്റിയും മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖരും ഈ പരിപാടി സംബന്ധിച്ചിട്ടുണ്ട്. ഈ പരിപാടി വൻ വിജയമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.